കോൺഗ്രസ് ദേശീയ അധ്യക്ഷനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് സോണിയാഗാന്ധിക്ക് കത്തയച്ച എംഎൽഎ പുറത്താക്കി. ഒഡീഷ കട്ടക്കിലെ എംഎൽഎ ആയ മുഹമ്മദ് മുഖ്യുമിനിയെയാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. എഐസിസി അനുമതിയോടെ ഒഡീഷ പിസിസിയുടേതാണ് നടപടി. വിവരങ്ങളുമായി എസ് നന്ദഗോപനാണ് നമുക്കൊപ്പം ചേരുന്നത്. നന്ദൻ, ഈ കോൺഗ്രസ് അധ്യക്ഷനെ പുറത്താക്കണം, ഈ ഒരു ആവശ്യം രാജ്യത്തുടനീളം ഉയരുന്നുണ്ട്. ഇത് സംബന്ധിച്ചാണ് എംഎൽഎ സോണിയാഗാന്ധിക്ക് ഒരു കത്ത് നൽകിയത്. എന്തായാലും പ്രതികരിക്കുന്നവർ പുറത്ത്, അതാണോ ലൈൻ? ഒഡീഷയിലെ കട്ടക് എംഎൽഎ ആയ മുഹമ്മദ് മുഖിയുനെയാണ് ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഇപ്പോൾ കോൺഗ്രസ് പുറത്താക്കിയിരിക്കുന്നത്. പാർട്ടി വിരുദ്ധ നടപടി ചൂണ്ടിക്കാട്ടിയാണ് പുറത്താക്കിയിരിക്കുന്നത്. പ്രധാനമായും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയെ ഈ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇയാൾ ഈ ഒഡീഷയിലെ കട്ടക് എംഎൽഎ സോണിയാഗാന്ധിക്ക് കത്ത് അയച്ചിരുന്നു. ഈ കത്ത് പിന്നീട് പുറത്തു വന്നിരുന്നു. ഇതിന്റെ പകപോക്കലാണ് ഈ നടപടി എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നേരത്തെ ഒഡീഷയിലടക്കം അയൽ സംസ്ഥാനങ്ങളിലൊക്കെ ഈ കോൺഗ്രസിന് കനത്ത തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിന് കാരണം ഈ കോൺഗ്രസ് അധ്യക്ഷനാണ് എന്നുള്ളതാണ് ഈ കത്തിലടക്കം ചൂണ്ടിക്കാണിച്ചത്. ഇതേ തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് എഐസിസി നേതൃത്വം കടന്നത്. അതേസമയം ഇയാൾ ബിജെപിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നു, ഇയാൾ ബിജെപിയിലേക്ക് ഉടൻ പോകുമെന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറി ഒഡീഷയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. രാഖി, എന്തായാലും നന്ദൻ, നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. രാജ്യത്തുടനീളം അലയടിക്കുന്ന വികാരം ഇതാണ്. അതായത് ഈ പാർട്ടിയെ ഇത്രയും ഒരു കാലത്ത് രാജ്യം ഭരിച്ച പാർട്ടിയാണ്, പക്ഷേ ഇത്രയും കൂപ്പുകുത്തുന്ന നിലയിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചത് ഇവർ തന്നെയാണ്, അല്ലെങ്കിൽ സോണിയയുടെ കുടുംബം ആണ് ഇത്തരത്തിൽ ഒരു പാർട്ടിയെ നിലംപരിശാക്കിയത് എന്നുള്ള ഒരു പൊതുജന വികാരം ശക്തമാണ്. ഇതിനിടയിലാണ് ഒരു കോൺഗ്രസ് എംഎൽഎ തന്നെ അത് തുറന്നടിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ പറയുന്ന ന്യായം അത് അദ്ദേഹം ബിജെപിയിലേക്ക് പോകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും കോൺഗ്രസിൽ സാധാരണക്കാർക്ക് യാതൊരുവിധ അഭിപ്രായങ്ങളുമില്ല എന്ന് വ്യക്തമാക്കുന്നതാണ്, അല്ലെങ്കിൽ അത് സൂചിപ്പിക്കുന്നതാണ് ഈ നടപടി എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു കത്ത് സാധാരണ രീതിയിൽ സോണിയയ്ക്ക് നൽകിയപ്പോൾ അത് രാഷ്ട്രീയ വൈര്യം മൂലമാണ്, അല്ലെങ്കിൽ അത് അച്ചടക്ക വിരുദ്ധമാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ ഈ എംഎൽഎക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. ഈ എംഎൽഎ ആകട്ടെ ഒഡീഷയിലെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ്. ഒഡീഷയിൽ കോൺഗ്രസ് പാർട്ടി കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയും കോൺഗ്രസിന്റെ മറ്റ് പ്രവർത്തനങ്ങൾക്കും ഒക്കെ തന്നെ ചുക്കാൻ പിടിക്കുന്ന എംഎൽഎ ആണ് ഈ മുഹമ്മദ് മുഖിയും എന്നുള്ളതാണ് പ്രധാനമായും നോക്കിക്കാണേണ്ടത്. അത്തരം ഒരു വ്യക്തിക്കെതിരെയാണ് കോൺഗ്രസ് നടപടിയെടുത്തത് എന്നുള്ളതാണ്. നേരത്തെ രാഖി ചൂണ്ടിക്കാണിച്ച പോലെ കോൺഗ്രസിനുള്ളിലെ കുടുംബാധിപത്യമാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലെങ്കിൽ കുടുംബാധിപത്യം വ്യക്തമാക്കുന്നതാണ് ഏറ്റവും ഒടുവിലത്തെ ഈ നടപടി എന്നുള്ളതാണ് ശ്രദ്ധേയം. ഏതായാലും ഈ ഒഡീഷയിലെ കോൺഗ്രസിനുള്ളിൽ ഇത് വലിയൊരു പൊട്ടിത്തെറിക്ക് കാരണമായിട്ടുണ്ട്. ഒഡീഷ പിസിസിയിൽ തുടർന്നും കൂടുതൽ രാജി ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. രാഖി, ശരി നന്ദൻ, എന്തായാലും സോണിയയ്ക്ക് കത്തയച്ച എംഎൽഎയാണ് ഇപ്പോൾ പുറത്താക്കിയെന്ന വാർത്ത പുറത്തു വരുന്നത്. കോൺഗ്രസ് അധ്യക്ഷനെ പുറത്താക്കണം, അല്ലെങ്കിൽ അദ്ദേഹം മാറി നിൽക്കണം എന്നുള്ളതായിരുന്നു ഈ ആവശ്യം. പക്ഷേ എന്തായാലും ഇത്തരത്തിൽ പ്രതികരിച്ചയാൾ പുറത്തു പോകേണ്ടി വരുന്നു എന്നുള്ളതാണ്. എസ് നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.